ഊർങ്ങാട്ടേരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. വയനാട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം സ്ഥലത്തെത്തി. ഇപ്പോൾ ആനയുടെ ആരോഗ്യസ്ഥിതി അറിയാനും അതിനനുസരിച്ചായിരിക്കും മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ തീരുമാനിക്കുന്നത്. വിപിൻ സി വിജയനുണ്ട് വിവരങ്ങളുമായി ഊർങ്ങാട്ടേരിയിൽ നിന്ന്. വിപിൻ, വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ഈ ആനയെ കരയ്ക്ക് കയറ്റുന്നതിൽ ഉൾപ്പെടെ ഈ പ്രതിഷേധം മറികടന്നാകണം ആനയെ കരയ്ക്ക് കയറ്റുന്നത്. എന്തായാലും ഇതുവരെ ഈ ദൗത്യം വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇരുട്ട് വീഴും. അപ്പോൾ ദൗത്യം വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് എത്തുമോ? എങ്ങനെയാണ് ദൗത്യ സംഘത്തിന്റെ നീക്കം ഇനി, വിപിൻ? ഇപ്പോഴും ഒരു രക്ഷാദൗത്യം ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം വനം വകുപ്പും ഇവിടുത്തെ നാട്ടുകാരും തമ്മിലുള്ള ഒരു സമവായത്തിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. അതിൻ്റെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. DFOയും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിയിട്ടുണ്ട്. ആനയെ ഇവിടെ തുറന്നു വിടാൻ പറ്റില്ല എന്ന് ഉറച്ച നിലപാടിൽ നാട്ടുകാർ നിൽക്കുന്നു. ആനയെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ മയക്കുവെടി വെക്കണം, അതിന് പറ്റിയൊരു ആരോഗ്യസ്ഥിതി ഉണ്ടോ ആനയ്ക്ക് എന്നുള്ള കൂടുതൽ പരിശോധനകൾ വേണം. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു സമവായത്തിനുള്ള കാര്യമുണ്ടോ എന്നുള്ളതാണ് വനം വകുപ്പ് നോക്കുന്നത്. ഇങ്ങനെ ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഒപ്പം തന്നെ ഫെൻസിംഗ് ഉൾപ്പെടെ നടത്തിത്തരാമെന്നൊക്കെ വനം വകുപ്പ് പറയുന്നുണ്ട്. ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ആന ഈ കിണറ്റിലായിട്ട് ഇപ്പോൾ 14 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ആന കിണറ്റിൽ വീണത്. ഇത് സണ്ണി എന്നുള്ള ആളുടെ കൃഷിയിടമാണ്. ഈ കൃഷിയിടത്തിലെ അവരൊക്കെ കുടിക്കുന്ന കുടിവെള്ളമൊക്കെയുള്ള കിണറിലാണ് ആന വീണിരിക്കുന്നത്. അപ്പോൾ ആനയുടെ ഒരു പകുതിയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അത് ഉച്ചയോടുകൂടി ഈ മോട്ടറിൽ വെള്ളം മുഴുവനായും വറ്റിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഒരു കാട്ടുകൊമ്പനാണ് ഇതിൽ വീണിരിക്കുന്നത്. ഇന്നലെ 2 ആനകളാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത്. ഒരു 11 മണിയോടുകൂടിയൊക്കെ ഈ പ്രദേശത്ത് ആനശല്യം ഉണ്ടായിരുന്നു. പിന്നീട് പടക്കമൊക്കെ പൊട്ടിച്ച് ഈ ആനകളെ ഇവിടുന്ന് കയറ്റാനൊക്കെ നാട്ടുകാർ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് 1 മണിയോട് കൂടിയാണ് കിണറ്റിൽ ആന വീണത് ശ്രദ്ധയിൽപ്പെടുന്നതും വനം വകുപ്പിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുകയും ചെയ്തത്. അപ്പോൾ മുതൽ ഇവിടെ ആളുകൾ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. ആളുകൾ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഈ പ്രതിഷേധത്തിനുള്ള ഒരു കാരണം ഇപ്പോൾ നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഒരു ആനക്കലി എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു 5 വർഷമായി ഇവർ ഇത് അനുഭവിക്കുന്നു എന്ന് പറയുന്നു. ഏകദേശം ഒരു 1 കിലോമീറ്റർ പോലും ഇല്ല ഇവിടുന്ന് കൊടുമ്പുഴ വനമേഖലയിലേക്ക്. അപ്പോൾ അവിടുന്നാണ് ആനകൾ കൂട്ടമായി ഇറങ്ങുന്നത്. ഇവർക്ക് കൃഷിയായിട്ട് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഇപ്പോൾ വാഴയും കപ്പയും ഉൾപ്പെടെയുള്ളവയൊക്കെ കാട്ടാന നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പലതവണ വനം വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ആനയെ രക്ഷിക്കാൻ മാത്രം ആയി വരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതിഷേധത്തിൻ്റെ കാരണം. അപ്പോൾ ഒരു കിണറിൻ്റെ ഒരു വശത്ത് നിന്ന് മണ്ണ് മാറ്റി അവിടെ JCB കൊണ്ടുവന്ന ആനയെ രക്ഷിക്കാനുള്ളൊരു ശ്രമത്തിനായി JCB കൊണ്ടുവന്നപ്പോൾ തന്നെ നാട്ടുകാർ തടയുകയായിരുന്നു. ഇതിലൊരു തീരുമാനമായതിനു ശേഷം മാത്രം ആനയെ പുറത്തെത്തിച്ചാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. അവർ പറയുന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രിയായി കഴിഞ്ഞാൽ പിന്നീട് ഇവിടുത്തെ ആളുകളെയൊക്കെ മാറ്റി ആനയെ ഇതേ കാട്ടിൽ തന്നെ വിടാനാണ് ശ്രമം എന്നുണ്ടെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്നുള്ളൊരു സൂചന കൂടി അവർ പറയുന്നുണ്ട്. ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരുടെ സംഘം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിലും നടപടിയായിട്ടില്ല. PV അൻവറും VS ജോയി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ഇവിടെ തുറന്നുവിടാനാണ് ശ്രമം എന്നുണ്ടെങ്കിൽ നാട്ടുകാർ അവരെ വനംപാലകരെ കൈകാര്യം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുമെന്നടക്കം VS ജോയി പറഞ്ഞു. ഒപ്പം തന്നെ PV അൻവറും സ്ഥലത്തെത്തി ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു രാവിലെ. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാട്ടാന ശല്യത്തിന് ഒരു അറുതി വരുത്തണം എന്നുള്ള ഇവരുടെ നിരന്തര ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കാട്ടാന ഈ ഒത്തുനടുക്കുള്ള ഈ കിണറിൽ ഇപ്പോൾ വീണിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു തുടർ നടപടി ഉണ്ടാകണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് മെമ്പറും ഉൾപ്പെടെയുള്ള ഒരു ഏകദേശം ഒരു 100-ലേറെ ആളുകൾ ഇവിടെ ഇപ്പോൾ തമ്പടിച്ച് നിൽക്കുന്നത്. ഇതിലൊരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് അവർ ആവശ്യം ഉന്നയിക്കുന്നത്. ആന ഇപ്പോഴും കിണറ്റിൽ തന്നെ തുടരുകയാണ്. വിപിൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ആനയോടൊപ്പം മറ്റു ആനകൾ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആനകൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? വനം വകുപ്പ് ഏത് തരത്തിലുള്ള ഒരു മുൻകരുതൽ എടുക്കുന്നുണ്ട്? എന്തായാലും ആളുകൾ ഒരുപാടുള്ളപ്പോൾ ഒരുപക്ഷെ ആന എത്താനുള്ള സാധ്യതയില്ല. എന്നിരുന്നാൽ പോലും അതെ, 7 ആനകളെങ്കിലും ഉണ്ട് ഇവരുടെ ഈ കൂട്ടത്തിൽ എന്നുള്ളതാണ് ഈ നാട്ടുകാർ തന്നെ പറയുന്നത്. അത് പല തവണയായി വരികയും ഈ കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ ഇവിടുത്തെ ഈ പ്രധാന സ്ഥലമായിട്ടുള്ള ഈ ഊർങ്ങാട്ടിരി സ്ഥലത്ത് തന്നെ റോട്ടിൽ ആനകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 ആനകൾ റോഡിൽ അടക്കം നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാകുന്നൊരു ഘട്ടത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് പുറത്തിറങ്ങേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് ഈ നാട്ടുകാർ ചോദിക്കുന്നത്. അപ്പോൾ ഒരു ആന ഇപ്പോൾ കിണറ്റിൽ വീണു. 2 ആനകളെയാണ് ഇന്നലെ ഇവർ പടക്കം പൊട്ടിച്ച് തിരിച്ച് കാട്ടിലേക്ക് അയക്കുന്നതിനുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ ഒരാന ഈ ഒരു പ്രദേശത്ത് തന്നെ ഉണ്ടാവുമെന്നുള്ളൊരു ഭീതി രാവിലെ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഇവിടെ എത്തിയതാണ്. ഞാൻ ആ ഒരു 6 മണിയൊക്കെ സമയത്തേക്ക് ഇവിടെ എത്തുമ്പോൾ ഇവർ തീയൊക്കെ കാഞ്ഞ് ഒരു സ്ഥലത്തിരിക്കുകയായിരുന്നു. അതായത് മറ്റ് ആന ഈ പ്രദേശത്ത് തന്നെ ഉണ്ടോ എന്നുള്ള ആശങ്ക, അവരുടെ ഭീതി ഒക്കെ നമുക്ക് ആ സമയത്ത് കാണാമായിരുന്നു. പിന്നീടാണ് കുറേ ആളുകൾ ഇവിടേക്ക് വരികയും ഈ നാട്ടുകാർ സംഘടിച്ച് അവരുടെ ഒരു ആവശ്യമായി ഇപ്പോൾ വന വകുപ്പിൻ്റെ മുന്നിലേക്ക് വയ്ക്കുകയും ചെയ്യുന്നത്. പെരിന്തൽമണ്ണ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക വനം വകുപ്പ് പറയുന്നുണ്ട്. അപ്പോൾ പുറത്തെത്തിച്ച് കഴിഞ്ഞതിന് ശേഷം അത്
പറ്റുമെങ്കിൽ മാത്രമായിരിക്കും മയക്കുവെടി വെക്കുക, ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. ആദ്യം ചികിത്സ നൽകുക എന്നതിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ DFO ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ എത്തിയപ്പോൾ നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് അറിയിച്ചത്. ഇപ്പോഴെന്തിനു വന്നു എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. കാരണം അവർ ഒരുപാട് പരാതികൾ ഉന്നയിച്ചതാണ്, ഒരുപാട് വട്ടം പരാതി എഴുതി കൊടുത്തതാണ്. പക്ഷെ അതിലൊന്നും തന്നെ ഒരു നടപടിയും ഉണ്ടാകാത്ത ചർച്ച നീണ്ടുപോകാൻ കാര്യം എന്താണ്? ഈ സമവായത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. ആനയെ ഇവിടുത്തെ തൊട്ടടുത്തുള്ള കൊടുമ്പുഴ കാട്ടിലേക്ക് തന്നെ വിടാം. അതിനുശേഷം ഫെൻസിങ് നടത്താം. ഈ കുങ്കിയാനെ ഉപയോഗിച്ച് കൂടുതൽ ഉൾവനത്തിലേക്ക് ആനയെ വിടാം എന്നുള്ളതാണ് വനം വകുപ്പ് ഇപ്പോൾ ഇവരോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാരണവശാലും ഇവിടെ തുടരാൻ ആനയെ സമ്മതിക്കില്ല. അതിനെ മറ്റൊരു സ്ഥലത്തേക്ക്, അത് മയക്കുവെടി വെച്ചിട്ടാണെങ്കിലും അല്ലാതെയും എങ്ങനെയാണെങ്കിലും ഇവിടെ ഈ ആന ഇനി വേണ്ട എന്നുള്ള നിലപാട് നാട്ടുകാരും എടുക്കുന്നു. അപ്പോൾ ഈ മയക്കുവെടി വെക്കാനുള്ള ഒരു പ്രതിസന്ധി, അതിൻ്റെ ആരോഗ്യസ്ഥിതി, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ കുങ്കിയാനകൾ ഉൾപ്പെടെയുള്ളവ എത്തണം, അതല്ല എന്നുണ്ടെങ്കിൽ കയറ് കെട്ടി കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ആരോഗ്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് വനം വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിലൊരു സമവായത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. നാട്ടുകാരാണെങ്കിൽ ആനയെ കൊണ്ടുപോയേ പറ്റൂ എന്നുള്ള ഉറച്ച നിലപാടും എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആന കിണറ്റിൽ തന്നെ അങ്ങനെ തുടരുകയാണ്. JCB കൊണ്ടുവന്ന് ഒരു വശം ഇടിച്ചു കൊടുത്തിട്ട് വേണം ആനയൊന്ന് പുറത്തെത്തിക്കാൻ. പക്ഷേ JCB വന്നപ്പോൾ തന്നെ നാട്ടുകാരുടെ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന് ഇപ്പോൾ കൂടുതൽ പോലീസ് ഫോഴ്സ് എത്തിയിട്ടുണ്ട്, വനപാലകരുടെ സംഘം എത്തിയിട്ടുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. ആ സ്ഥിതി രാവിലെ പുലർച്ചെ 1 മണിക്ക് എന്തായിരുന്നു സ്ഥിതി അത് തന്നെയാണ് ഇപ്പോഴും. ഒരു തരത്തിലും ഒരു രക്ഷാദൗത്യം ഇതുവരെയും ഊർങ്ങാട്ടിരിയിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. വളരെ സീരിയസ് ആണ്. കാരണം ആനയ്ക്കുള്ളൊരു ഭക്ഷണമൊക്കെ ഇനി വരുന്ന മണിക്കൂറിൽ കൂടുതൽ അതിലേക്ക് ശ്രദ്ധ വരേണ്ടി വരും. മണിക്കൂറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും തോറും ആനയുടെ ആരോഗ്യസ്ഥിതി അത് കൂടുതൽ വഷളാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ആന ഇത്രയും വലിയൊരു ജീവിയാണ്. കിണറിന് അതിനുള്ള ആ ഒരു വീതിയും അതോ ഇല്ല. അപ്പോൾ ആനയ്ക്ക് അനങ്ങാൻ പറ്റില്ല. ഒരേ നിൽപ്പാണ് ആന നിൽക്കുന്നത്. ഭക്ഷണമില്ലാതെ, വെള്ളം ഒരു പക്ഷേ ഉണ്ട് എന്നല്ലാതെ വേറെ ഒന്നുമില്ല. തീർച്ചയായിട്ടും ആരോഗ്യനില ഓരോ സമയവും വഷളാകാനുള്ള ഒരു സാധ്യത. അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് നാട്ടുകാർ ഇത് അറിഞ്ഞത് മുതൽ ആശങ്കയിൽ അവിടെ ഉറക്കം വിളിച്ച് തീയിട്ട് അവിടെ മറ്റാനകൾ വരാതിരിക്കാൻ ക്യാമറ കാണുമ്പോൾ ക്യാമറയിലേക്ക് തുമ്പിക്കൈ നീട്ടുന്ന ഒരു ദൃശ്യം കണ്ടിരുന്നു. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കൂടുതൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ആ ദൃശ്യങ്ങൾ കാണിക്കുന്നു. കേട്ടോ, ആന അവിടെ തലയും ബാക്ക് സൈഡും സ്റ്റക്കായി നിൽക്കുന്ന പോലെയാണ്. ആകെയുള്ളത് ഈ തുമ്പിക്കായ ഒന്ന് നിവർത്തുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ദൗത്യം അത് ഏത് രീതിയിലെങ്കിലും ആ ചർച്ചകൾ സമവായത്തിലായിട്ട് ആനയെ പുറത്തെത്തിക്കാൻ, മയക്കുവെടി വെച്ചെങ്കിൽ അത് അങ്ങനെ പുറത്തെത്തിക്കാനുള്ള നീക്കമാണ് ആദ്യം നടക്കേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചർച്ച നടത്തുന്ന സമയം കൊണ്ട് ഈ വിപിനോട് തന്നെ വിപിനെ, ഈ ചർച്ച ഇത്രയും സമയം നടക്കുന്ന സമയം കൊണ്ട് ഈ കിണർ ഇടിച്ച് അതിനൊരു അല്പം സ്ഥലം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സൗകര്യം ചെയ്തുകൂടെ? ചർച്ചയുടെ തീരുമാനം എന്തോ ആയിക്കോട്ടെ, ആ സ്ഥലത്തത് നിന്നോട്ടെ, കുറച്ച് സ്പേസ് അതിന് ഉണ്ടാക്കി കൊടുക്കാനൊരു സാഹചര്യമില്ലേ? രണ്ടിപ്പോൾ ക്യാമറ കാണുമ്പോൾ തന്നെ തുമ്പിക്കൈ ഉയർത്തി ആ ക്യാമറയെ തൊടാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ജീവിക്ക് അത്യാവശ്യം വേണ്ട ഒരു കുറച്ച് സമയത്തേക്ക് അത് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ എന്താ തടസ്സം? അത് നാട്ടുകാർ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഇവിടേക്ക് JCB കൊണ്ടുവരിക, അങ്ങനെ ഇടിച്ച് ആനയെ പുറത്തെത്തിക്കുകയാണെങ്കിൽ അതിനെ ഇവിടെ തന്നെ തുറന്നുവിടാനുള്ള ഒരു കബളിപ്പിക്കലായിരിക്കും വനം വകുപ്പിൻ്റേത് എന്നുള്ള നിലയ്ക്കാണ് അതിനൊന്നും തന്നെ അനുവദിക്കാത്തത്. കാരണം വനം വകുപ്പിനെ വിശ്വാസത്തിൽ എടുക്കാതിരിക്കാനുള്ളൊരു കാരണം, കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ ഈ ശല്യമുണ്ട്. ഇവരുടെയൊക്കെ കൃഷി ഏക്കർ കണക്കിന് തന്നെ നശിപ്പിക്കുകയാണ്. അങ്ങനെ 7 ആനകളോളൊക്കെ വന്നിട്ടാണ് നശിപ്പിക്കുന്നത്. അതിലൊന്നും തന്നെ ഒരു നടപടിയും എടുത്തിട്ടില്ല. അപ്പോൾ ഈ ആനയെ രക്ഷിക്കാനുള്ളൊരു തന്ത്രമായിരിക്കാം അത് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അതിനെ നാട്ടുകാർ കാണുന്നത്. അപ്പോൾ ഇത് ഇടിച്ച് JCB വന്ന് ആന കയറുകയാണെങ്കിൽ പിന്നീട് അതിലേക്ക് വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിപിൻ പറഞ്ഞതുപോലെ ഈ ഒരു പ്രശ്നം അവിടെയുണ്ട്. ഇപ്പോൾ ക്രിസ്റ്റീന ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, നാട്ടുകാർ ഈ 7 ആനകളും ഒക്കെ വന്ന് എത്രയോ കാലങ്ങളായി അവരിതിങ്ങനെ ആവലാതിയോടുകൂടി ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, നാട്ടുകാർ ഒരുപാട് നാളുകളായി പറയുന്ന ഒരു കാര്യമാണ്. അതിലൊരു ഇടപെടൽ ഉണ്ടാവാതെ ഇപ്പോൾ ആന കിണറ്റിൽ വീണപ്പോൾ വനംവകുപ്പ് എത്തുന്നു, ആനയെ കരക്ക് കയറ്റാനുള്ള നടപടികൾ തുടരുന്നു അല്ലെങ്കിൽ ആരംഭിക്കുന്നു. അതൊക്കെയാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന്
പറയുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ആര് പരിഹാരം കാണും, കബളിപ്പിക്കപ്പെടും എന്നൊരു വിശ്വാസ്യത ഇല്ലായ്മ, അത് ഒരു പക്ഷെ അവരുടെ അനുഭവങ്ങൾ കൊണ്ട്, പല കാലത്തെ അനുഭവങ്ങൾ കൊണ്ട് അവർക്കത് വന്നതാകാം. അത്തരത്തിലൊരു ഉറപ്പ് കൊടുക്കാൻ അധികൃതർക്ക് സാധിക്കണം. കാരണം അത്തരത്തിൽ കൃത്യമായ ഒരു ഉറപ്പും അതുപോലെ തന്നെ എന്താണ് ഈ ആന പുറത്തെത്തിയാൽ ആനയെ എങ്ങോട്ടാണ് വിടേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകും. വളരെ ഗൗരവമേറിയ മറുവശമുണ്ട് ഇതിന്. നമുക്കറിയാലോ, തിരുവനന്തപുരത്ത് ഒരു കരടി കിണറ്റിൽ വീണിട്ടുണ്ടായ നാഷണൽ ലെവലിലൊക്കെ ഇടപെടലുകൾ ഉണ്ടാകും. ഒരു വന്യജീവിയാണ് ആന, അതെല്ലാം ശരി തന്നെയാണ്. ആനയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ കിണറ്റിൽ കിടന്ന് മണിക്കൂറുകൾ നീണ്ടുപോയാൽ, എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ ഗൗരവമേറിയ ഒരു വിഷയത്തിലേക്കൊക്കെ തന്നെ പോകും. അതുണ്ടാകാതിരിക്കട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ ഒരു സമവായത്തിലെത്തട്ടെ ഈ ചർച്ചകൾ. നാട്ടുകാരുടെ പ്രതിഷേധം, അതിന് എന്ത് പരിഹാരം അല്ലെങ്കിൽ അവർക്ക് എന്തുറപ്പ് നൽകാം എന്നുള്ളത് കൂടി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് രാത്രിയാകും മുൻപേ ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഇതിപ്പോൾ 5:30 ആകുന്നു, ഇരുട്ടായാൽ പിന്നെ ഒന്നും നടക്കില്ല. ഒരു രാത്രി കൂടി കാട്ടാന കിണറ്റിൽ കഴിയേണ്ടി വരും. അതുപോലെ തന്നെ ഈ നാട്ടുകാരും ഉറക്കം വിളിച്ച് കാവലിരിക്കേണ്ടി വരും, അല്ലേ? അതെ. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അല്പസമയത്തിനുള്ളിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ചർച്ചയ്ക്കുള്ള സമവായം ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നും നമ്മൾ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു.